കുറേ നാളുകൾക്ക് ശേഷമാണ് അമരപ്പയർ കിട്ടിയിട്ടുള്ളത്. എനിക്ക് വലിയ ഇഷ്ടമാണ് അമരപ്പയർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് തേങ്ങ, പിന്നെ സാധാ എല്ലാ വറവും ഉണ്ടാക്കുന്നത് പോലെ തന്നെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് അമരപ്പയർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പൊതുവേ എല്ലാ ആൾക്കാർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഞാനത് അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇന്ന് മെൻസസിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ലേറ്റായിട്ടാണ് ഉറക്കം തെളിഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്തത് കുമ്പളങ്ങ വേവിച്ചെടുക്കലാണ്. പച്ചടി ഉണ്ടാക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. പാത്രങ്ങളൊക്കെ നിരന്ന് കിടക്കുകയാണ്. ഇന്നലെ തൊട്ടേ എനിക്ക് ക്ഷീണമായതുകൊണ്ട് ഒന്നും ക്ലീൻ ആക്കിയിരുന്നില്ല. പിന്നെ അമരപ്പയർ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്, കുറച്ച് നേരമായി. പിന്നെ വൈകിയാലും ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധികം കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുക. അതവിടെ അടുപ്പത്ത് വേവുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾക്ക് പച്ചടി ഉണ്ടാക്കാം. പച്ചടീൻ്റെ അരിപ്പൊക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞു. ആവശ്യത്തിന് തൈരും ഒക്കെ ചേർത്തിട്ടുണ്ട്. പച്ചടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ തവണ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇനി നമ്മൾക്ക് പച്ചടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് പിന്നെ വറുത്തിടണം. നിങ്ങളെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കടുക് വറ്റൽമുളകും ചേർത്ത് വറുത്തിട്ടു. ആ സമയം കൊണ്ട് നമ്മൾ കൊഴുക്കട്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുളക്, മഞ്ഞൾ, ഉപ്പ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൊഴുക്കട്ട മസാലയൊക്കെ പുരട്ടി വെച്ചു. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഈ അമരപ്പയറൊന്ന് 2 ഭാഗത്തുള്ളയും നാരൊക്കെ കളഞ്ഞ് ക്ലീനാക്കി ഒന്നുകൂടെ കഴുകിയെടുക്കാം. നാരൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുത്തതാണ്, അതിൻ്റെ വേസ്റ്റാണിത്. ഇനി അമരപ്പയർ നമ്മൾക്ക് ഒന്നുകൂടെ കഴുകിയെടുത്തതാണ്. ഇതൊന്ന് നന്നായിട്ട് ചെറുതായി മുറിച്ചെടുക്കണം. ഈ സമയം നമ്മളുടെ കൊഴുക്കട്ട അടുപ്പത്തു നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3-4 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അമരപ്പയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളക്, ആവശ്യത്തിന് തേങ്ങ, മഞ്ഞൾ, ഉപ്പ് ഒക്കെ ചേർത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. രാവിലെ ഉറങ്ങിപ്പോയാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ലേറ്റാവും. ഇപ്പോൾ വറുത്തിടാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. നമ്മൾ വറവ് അടുപ്പത്തേക്കായിട്ടുണ്ട്. അത് അവിടുന്ന് സാവധാനം വേവട്ടെ, നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിടാൻ വേണ്ടിയിട്ട് മൂടി തുറന്നതാണ്. ഈ സമയം കൊണ്ട് ചട്ടിയിൽ ചോറും റെഡിയായി. അടുപ്പത്തായിരുന്നു വെച്ചത്. ഇപ്പോൾ നമ്മളുടെ സ്വന്തം ബ്രാൻഡ്, അതായത് RCMൻ്റെ കോഫിയാണ്, ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. ഇതെനിക്ക് വലിയ ഇഷ്ടമാണ്. പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കോഫി പൗഡർ ഞാനൊരു പാട്ടയിലേക്ക് ഇട്ടു. അങ്ങനെ 2 കപ്പ് കോഫിയും റെഡിയാക്കി വെച്ചു. ഈ സമയം കൊണ്ട് നമ്മളുടെ അമരപ്പയർ വറവ് റെഡിയായി. നമ്മളുടെ കൊഴുക്കട്ട പൊരിച്ചെടുത്തതാണ്. ഇതും കാപ്പിയുമാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയത്. വയ്യാത്ത സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് കാപ്പി കുടിക്കാം. പിന്നെ ഫീൽഡിലൊക്കെ പോയി വന്നു.
അതിന് ശേഷം രാവിലെ ഉണ്ടാക്കിയ അമരപ്പയറും പച്ചടിയും ഒക്കെ കൂട്ടി ഉച്ചയ്ക്ക് ഉള്ള ലഞ്ചാണ് ഇത്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇത്ര മാത്രമാണ് ഇന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും